വെൽക്കം ടു മൈ ചാനൽ മാജിക് മോൺ ടാറ്റഡിങ് ബൈ അമ്മു. സോ നമ്മുടെ റീഡിങ് ടോപ്പിക്കിൽ നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി പോകുന്നത് കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഗ്രോത്ത് ആണ്, നിങ്ങൾക്കുള്ള പുതിയ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. എപ്പോഴും പറഞ്ഞ പോലെ ജനറൽ റീഡിങ് ആണ്, റെസനേറ്റ് ചെയ്യുന്ന മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. നമുക്ക് ആദ്യം തന്നെ എന്ത് ചേഞ്ചസ് ആണ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. കരിയർ റിലേറ്റഡ് ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഫിനാൻഷ്യലായിട്ട് നിങ്ങൾ സ്റ്റെബിലിറ്റി അല്ല, അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടും അതിലൊരുപാട് പ്രശ്നങ്ങളിൽ നിങ്ങളുടെ എഫേർട്ട് മാനിക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറി വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ കുറച്ചും കൂടി ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസാണ് പലരെയും സംബന്ധിച്ച് കാണിക്കുന്നത്. എത്രത്തോളം നിങ്ങൾ വിചാരിക്കുകയാണ് ഒരുപാട് എഫേർട്ട് എടുത്തു, പക്ഷേ അതിന് നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു മാറ്റങ്ങളില്ല എന്നുള്ള രീതിയിൽ തോന്നുന്നവർക്കാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്പർച്യൂണിറ്റീസ് ഒരുമിച്ച് വരുന്നതായിട്ട് കാണിക്കുന്നത്. രണ്ടിലധികം എന്നുള്ള രീതിയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസാണ് നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാർഡ് വർക്ക്, ഒരുപാട് നാളായിട്ട് ഒരു കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കുകയാണ്, പക്ഷെ അതിന് കാര്യമായിട്ട് മാറ്റമൊന്നുമില്ല. അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ മാറ്റി വയ്ക്കാനാണ്, നിങ്ങളുടെ വ്യാകുലതകളൊക്കെ മാറ്റി വയ്ക്കാനാണ് പറയുന്നത്. നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങളുടെ എഫേർട്ട്, ഇത് നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് പേ ഓഫ് ചെയ്യുന്നൊക്കെ പറയില്ലേ, ആ ഒരു എനർജിയാണ് എനിക്കിവിടെ കാണുന്നത്. നമുക്ക് കുറച്ചും കൂടി ഒരു പുതിയൊരു അവസരമാണ് ഇവിടെ എനിക്ക് നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണിക്കുന്നത്. അതായത് ആ ഒരു അവസരത്തിന് നിങ്ങൾ ഈ ഒരു കാര്യത്തിന് നിങ്ങൾ അർഹനാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണിക്കുന്നത്. ഒരുപാട് പേരെ സംബന്ധിച്ച് ഒരുപാട് വെയിറ്റ് ചെയ്തിട്ട് ഇപ്പോഴുള്ള കറണ്ടായിട്ടുള്ള നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലിയിലൊരു തൃപ്തിയില്ലാത്ത അവസ്ഥയൊക്കെ പലരെയും സംബന്ധിച്ച് കാണിക്കുന്നുണ്ടാകാം. കുറച്ച് പേര് ഒരുപാട് നാളായിട്ട് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആകണം, ഒരു ജോലി വേണം, സ്റ്റെബിലിറ്റി വേണം എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നവർക്കാണെങ്കിൽ നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഒരു ജോലി കിട്ടാൻ ചാൻസ് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് തന്നെയാണ് കൂടുതലായിട്ടും കാണിക്കുന്നത്. നിങ്ങളുടെ ഹാർഡ് വർക്കിനനുസരിച്ചിട്ടുള്ള ഒരു ജോബ് നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ പാർട്ട്ണർഷിപ്പ് ചെയ്തിട്ട് നിങ്ങളൊരു ജോബൊക്കെ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഒരു പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു ഓപ്പർച്യൂണിറ്റി വരികയാണ്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ കഴിവ് അംഗീകരിക്കുന്ന രീതിയിൽ, ഇതിനു മുന്നേ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്താലും അംഗീകരിക്കാത്തൊരവസ്ഥയാണെങ്കിലും നിങ്ങൾ എത്ര എഫേർട്ട് എടുത്താലും അതൊന്നും ഏത് രീതിയിലും അതൊന്നും മാനിക്കാത്ത രീതിയിലുള്ള എനർജിയൊക്കെ ആണെങ്കിൽ അതൊക്കെ മാറിയിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തുറന്നു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് പേരുടെ എനർജി പ്രകാരം ഇവിടെ ഒരു ജോബ് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ഞാൻ പഠിച്ച് ഇത്രയും ഒരുപാട് ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിലും ജോലിയൊന്നും ഇല്ലാത്ത ഒരവസ്ഥയൊക്കെ ആണെങ്കിൽ നിങ്ങൾ നല്ലോണം ശ്രമിക്കാനാണ് പറയുന്നത്. ഈ ഒരു ശ്രമം ഒരിക്കലും പാഴാവില്ല എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. ഒരു ചാൻസ് കഴിഞ്ഞിട്ട് ഒരാൾ മാറി നിൽക്കരുത്, വീണ്ടും ശ്രമിച്ചോളാനാണ് പറയുന്നത്. കാരണം നിങ്ങളുടെ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടൊരു ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ് എനിക്കിവിടെ കാണിക്കുന്നത്. പാതി വഴിയിൽ നിങ്ങളുടെ പരിശ്രമം ഒരിക്കലും ഉപേക്ഷിക്കരുത് എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് വിദേശ ജോലി അങ്ങനെയൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കുറച്ച് ശ്രദ്ധിച്ചിട്ടൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതൊക്കെ കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ള ജോലി, ഒരു ഓപ്പർച്യൂണിറ്റീസ് എന്നല്ല, കുറേ ആളെ സംബന്ധിച്ച് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ ആവാനുള്ള ചാൻസൊക്കെ പലരെയും സംബന്ധിച്ചുണ്ടാവാം. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ള കാര്യങ്ങളിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരിക്കലും നിരാശപ്പെടരുത് എന്നുള്ള രീതി കാണിക്കുന്നുണ്ട്. അതായത് എന്താ വെച്ചാൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വളരെയധികം സ്ട്രെസ്സായിട്ടുള്ള ഓവർ ടൈം വർക്ക് ചെയ്യുന്ന രീതിയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഹെൽത്തും അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ജോബും, ഇത് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കണം എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഒരേ കോയിനിൽ ഒരേ നാണയത്തെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കണം, ഒന്നിൽ മാത്രം ഓവറായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യരുത്. അതുപോലെ തന്നെ കുറച്ച് പേരുടെ എനർജി പ്രകാരം ഒരു ബ്രേക്കൊക്കെ എടുക്കേണ്ട രീതിയിലൊക്കെ ആണെങ്കിൽ അങ്ങനെ കുറച്ച് നിങ്ങളുടെ കാര്യങ്ങൾക്കൊന്ന് ഓക്കെ ആവുമെങ്കിൽ അത് ചെയ്യാനാണ് പറയുന്നത്. എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് ലെറ്റ് ഗോ ചെയ്ത് പോകാൻ അങ്ങനെയല്ല, ഒരു 1-2 ദിവസം നിങ്ങൾ മൈൻഡ് ഒന്ന് ഓക്കെ ആക്കിയിട്ട് നിൽക്കാനാണ് പറയുന്നത്. കുറച്ച് പേര് വളരെയധികം കൺഫ്യൂഷനിലായിട്ട് നിൽക്കുകയാണ്. കാരണം എന്ത് ചെയ്താലും അതിനൊരു ഗുണം ഉണ്ടാവുന്നില്ല, അതുപോലെ തന്നെ വേണ്ട എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാവുന്നില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ അതൊക്കെ മാറി വരുന്നതായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ടൈം കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അംഗീകരിക്കുന്ന ഒരു കാലഘട്ടം, അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്നവർ, അല്ലെങ്കിൽ നിങ്ങളെ കൂടുതലായിട്ട് അല്ലെങ്കിൽ ജോലിയൊന്നും ആയിട്ടില്ലേ എന്നുള്ള രീതിയിലൊക്കെ പലരെയും ഹേർട്ട് ചെയ്യുന്നുണ്ടാകാം. അല്ലെങ്കിൽ
ഇവിടെ എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിച്ച് നിങ്ങൾ പഠിച്ച് ഇത്രയും ക്വാളിഫിക്കേഷനൊക്കെ കിട്ടി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ശമ്പളം പലരെയും സംബന്ധിച്ചുണ്ടാവുന്നില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നതിൽ തെറ്റില്ല എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. ഓപ്പർച്യൂണിറ്റീസാണ് എനിക്ക് എന്തുകൊണ്ടും ഈ ഒരു റീഡിങ്ങിൽ നല്ല രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നത് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പലരെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്യുന്ന ജോലിയും അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചതും തമ്മിൽ ഒരു ബന്ധമൊന്നും ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ള ഒരു ജോലിയിലേക്ക് കിട്ടാൻ കുറച്ച് കാലതാമസം കാണിക്കുന്നുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും ആ ഒരു വെയിറ്റിങ്ങിന് എന്തായാലും ഒരർത്ഥമുണ്ട്, അല്ലെങ്കിൽ അതിനൊരു വളരെയധികം വെർത്താണ് എന്നുള്ള രീതിയിലൊക്കെയാണ് കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കത് 10 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ തന്നെ വളരെ നിങ്ങളുടെ ഫാമിലി പോലും നിങ്ങൾ അംഗീകരിക്കുന്ന ഒരു ടൈമാണ്. അല്ലെങ്കിൽ ഒരുപാട് ഫാമിലിയിൽ ഒരു ഫംഗ്ഷനൊന്നും പോവാതെ അല്ലെങ്കിൽ ഫാമിലിയുമായിട്ട് അധികം ഒന്നും മിങ്കിളൊന്നും ചെയ്യാതെ മാറി നിൽക്കുന്നുണ്ടാകാം, ഒരു ജോബൊന്നും ആവാത്തതുകൊണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ വീണ്ടും നല്ലോണം ട്രൈ ചെയ്യാനാണ് പറയുന്നത്. ആദ്യം സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവുക, അതുപോലെ തന്നെ നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. ഒരു ചാൻസ് പോയി അല്ലെങ്കിൽ അതിൽ ദേഷ്യപ്പെട്ട് എനിക്കിതൊന്നും പറ്റില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നവരാണെങ്കിൽ അതൊക്കെ മാറ്റി വയ്ക്കാനാണ് പറയുന്നത്. ഇനി നമുക്ക് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്നും കൂടി നമുക്ക് നോക്കാം. അസെൻഡിങ് ദ മൗണ്ടെയിൻ, കീപ് ഗോയിങ് ഫോർവേഡ്, അത് മുന്നോട്ട് തന്നെ പോകൂ, വെച്ച കാര്യം പുറകോട്ട് വെക്കരുത് എന്നുള്ള രീതിയിലാണ്. ബ്രേക്കിംഗ് ട്രെയിൻ, നിങ്ങളുടെ ഈ ഒരു യാത്രയിൽ പലപ്പോഴും നിങ്ങളെ പിന്തിരിപ്പിക്കാനും അല്ലെങ്കിൽ നിങ്ങളുടെ യാത്രയിൽ പകുതി വഴിതിരിച്ചു പോകാൻ വേണ്ടിയിട്ട് വഴിതിരിപ്പിക്കാൻ അവിടെ ഒരുപാട് പേരുണ്ടാകാം. പക്ഷെ നിങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു കാര്യം ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി പരിശ്രമിച്ചോളൂ. അതിന് ചിലപ്പോഴൊക്കെ നിങ്ങൾ വിചാരിക്കാത്ത രീതിയിലുള്ള ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വരാം. പക്ഷെ വിജയം എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ആയിരിക്കും എന്നുള്ള രീതിയിലേക്ക് പറയുന്നുണ്ട്. ട്രാൻസ്ഫോർമേഷൻ, ഈ ഒരു ടൈം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫിനിക്സ് ബേർഡിൻ്റെ എനർജിയാണ്, ട്രാൻസ്ഫോർമേഷനാണ്. എ ഫ്രഷ് ന്യൂ വേ ഓഫ് ലിവിങ് എമേർജസ് എന്നുള്ള കാണിക്കുന്ന ഒരു കാർഡാണ്. ഒരു പുതിയൊരു തുടക്കം, ആദ്യം മുതൽ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. തുടക്കത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ആരും മനസ്സിലാക്കാനില്ല, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ വളരെയധികം ഫിനാൻഷ്യലി നിങ്ങൾ ഓക്കെ അല്ല, അല്ലെങ്കിൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ല, ഒരു ജോബ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരോടൊക്കെ പറയാമെന്നുള്ളതെങ്കിൽ നല്ലോണം ട്രൈ ചെയ്യാനുള്ള രീതി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. പക്ഷെ അതൊന്നും കാര്യമാക്കാതെ മുന്നോട്ട് പോകാനാണ് പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു മാറ്റം, ഒരു പുതിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വാസ്റ്റ് വിസ്ത എന്നുള്ളൊരു കാർഡാണ്. എക്സ്പാൻഡ് യുവർ ഹൊറിസോൺ, അത് ഒരുപാട് ഈ ഒരു രീതിയിൽ തന്നെ ഈ ഒരു കാര്യത്തിൽ തന്നെ നിന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ജോബിന് നിന്ന് മാറി ചിന്തിക്കണം, അല്ലെങ്കിൽ മാറണം, അല്ലെങ്കിൽ പുറം നാട്ടിലൊക്കെ പോയിട്ട് ഒരു നല്ലൊരു ജോബ് നോക്കണം. അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിലൊരു തെറ്റുമില്ല. നിങ്ങൾക്കിപ്പോൾ നല്ല ടൈമായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു കാര്യം പറയാനും മറന്നുപോയി, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും നല്ല ടൈമാണ് എന്നല്ല. ഒരുപാട് പേരുടെ അലൈൻമെൻറ്റ് പ്രകാരം ഇതൊരു നല്ല ടൈം തന്നെയായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് എല്ലാ കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾ ഒരു ഹോപ്പോട് കൂടി ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് വളരെ സക്സസ് ആവുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്ക് കിട്ടിയത് ദ ഗ്രേസ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡാണ്. ത്രൂ ഗ്രാറ്റിറ്റ്യൂഡ് ജോയ് എക്സ്പാൻസ്, അതായത് എന്ത് ചെയ്യുമ്പോഴൊരു നന്ദി പറയാൻ ശ്രമിക്കുക. അത് കിട്ടുമോ കിട്ടാതിരിക്കുമോ അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ് അല്ലേ. അപ്പം നന്ദി പറഞ്ഞ് നിങ്ങൾ തുടങ്ങുക. അതെനിക്ക് കിട്ടി, എനിക്കത് അച്ചീവ് ചെയ്യണം, എനിക്കത് വേണം, അല്ലെങ്കിൽ അതിന് യൂണിവേഴ്സിനോട് നന്ദി പറയുകയാണെങ്കിൽ നിങ്ങളത് അട്രാക്റ്റ് ചെയ്യും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതാണ് പലപ്പോഴും മാനിഫെസ്റ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, യു അട്രാക്ട് വാട്ട് യു ബിലീവ് എന്നല്ല, നിങ്ങൾ വിശ്വസിക്കുന്നത് എന്താണോ അതാണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് മറ്റേ ഫെയറി മെസ്സേജസ് നോക്കാം. ബിലീവ് ഇൻ മാജിക്, ഒരു മാജിക്കിൽ വിശ്വസിക്കൂ എന്നുള്ള രീതി. വീണ്ടും ബോട്ടം ഓഫ് ദ ഡെക്ക് ട്രാൻസ്ഫോർമേഷനാണ് കിട്ടിയത്, ഒരു മാറ്റം. അത് നിങ്ങൾക്ക് ഈ ഒരു ടൈം പ്രതീക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു മാജിക്ക് പോലെ, അല്ലെങ്കിൽ ഒരു ഹോപ്പില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല, പക്ഷെ മുന്നോട്ട് പോകുന്നവർക്ക് മാത്രം എന്നുള്ള രീതിയിലാണ്. അതായത് ഇറ്റ് ടേക്ക് എ കറേജ് ആൻഡ് ട്രസ്റ്റ് വെഞ്ചർ ഇൻ ടു എൻ അൺനോൺ യെറ്റ്. അതായത് ചില വഴികളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരു ഡിസിഷൻ എടുക്കണം എന്നൊന്നും അറിയുന്നുണ്ടാവില്ല, എന്ത് ചെയ്യണം എന്നൊന്നും അറിയില്ല. പക്ഷെ അവിടെ നിങ്ങളൊരു എഫേർട്ട് എടുത്ത് മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള റിവാർഡ്, ഒരു ഗിഫ്റ്റ് നിങ്ങളെ തേടി നിൽക്കുന്നു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. വളരെ ധൈര്യത്തോടെ മുന്നോട്ട് പോകാനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കേണ്ടതുണ്ട് എന്നുള്ള രീതിയിൽ. അതായത് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നല്ല രീതിയിൽ ട്രൈ ചെയ്താൽ മാത്രമേ അത് കിട്ടുള്ളൂ അല്ലേ.
ബിലീവ് ഇൻ മാജിക്. ഓപ്പൺ യുവർ ഐസ് ആൻഡ് സീ ദ മാജിക് ദാറ്റ്സ് ഓൾ അറൗണ്ട് ഇൻ നേച്ചർ. നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ചുറ്റും മാന്ത്രികമായിട്ടുള്ള അല്ലെങ്കിൽ മാജിക് ഉണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ദ ഫെയറി ഓഫ് നോർത്തേൺ ലൈറ്റ് സേസ് യു ആർ പാർട്ട് ഓഫ് നേച്ചർ. നിങ്ങൾ അല്ലെങ്കിൽ വളരെ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള പേഴ്സണാണ്, നിങ്ങൾക്കെല്ലാം യൂണിവേഴ്സലുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് മാജിക്കൽ എന്നുള്ള രീതി, നിങ്ങളും ഒരു മാജിക്കിൻ്റെ ഒരു പാർട്ടാണ് എന്നുള്ളത്. അപ്പം ഈ ഒരു വടി മാത്രം കിട്ടിയിട്ട് നിങ്ങൾക്ക് ആ ഒരു മാനിഫെസ്റ്റേഷൻ അറിയില്ലെങ്കിൽ പിന്നെ അത് കാര്യമുണ്ടോ? അപ്പോൾ അത് എന്ത് വേണം, ആ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുക, മുന്നോട്ട് പോവുക. അതായത് ലൈഫിൽ എപ്പോഴും നമ്മൾ പോസിറ്റീവ് മാത്രം ചിന്തിച്ച് കാര്യമില്ല, മുന്നോട്ട് രണ്ടും അല്ലെങ്കിൽ രണ്ടിനെയും നമ്മൾ നേരിടാൻ പഠിക്കണം എന്നുള്ള രീതിയിലാണ് പറയാൻ തന്നെയാണ് ബ്രേക്കിംഗ് ത്രൂ ട്രീൽ എന്ന് പറഞ്ഞ ആ ഒരു കാർഡും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സോ ഗൈസ്, ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത റീഡിങ് കാണുന്നവരെ ബൈ.